ഹലോ ഹായ് എവ്രി വൺ, എല്ലാവർക്കും ഷീബാസ് ട്രാവൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം. കബനി റിവർ ലോഡ്ജിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ എൻട്രി പോയിൻ്റാണിത്. ഇത് ഒരു 50 ഏക്കേഴ്സ് ഉള്ള ഒരു ലാൻഡാണ്, പ്രോപ്പർട്ടിയാണ്. അതിനകത്ത് താമസ സൗകര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കഴിഞ്ഞ എപ്പിസോഡിൽ. കണ്ടിട്ടില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും കാണണം. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ വലിയൊരു സ്ഥലമാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ വണ്ടി ഓടിച്ച് കുറേ ദൂരം പോവാം. അത് കഴിഞ്ഞിട്ട് ഒരു ഭക്ഷണത്തിനായിട്ട് ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അവിടെ രാവിലെയും ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഒക്കെ ഭയങ്കര വെറൈറ്റി ഫുഡാണ്. നമ്മൾ കഴിച്ച് ക്ഷീണിക്കുന്ന മാത്രമേ ഉള്ളൂ, പക്ഷേ ഐറ്റംസ് തീരില്ല. അത്രയും കൂടുതൽ ഐറ്റംസ് ഒക്കെ ആണ് ഇതിലുള്ളത്. അത് നമ്മുടെ പാക്കേജിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുകൂടാണ്ട് നമുക്ക് ജീപ്പ് സഫാരി ഉണ്ട്, രാവിലെ ബോട്ട് സഫാരി ഉണ്ട്, പല തരത്തിലുള്ള അക്കോമഡേഷൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ഇതാണ് അവരുടെ റെസ്റ്റോറൻറ്റ്. നമ്മൾ പോയി ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്ഥലം. നമുക്ക് റൂമിൽ വേണമെങ്കിലും ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാം. അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ ഒരു എന്താണ് ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ള കോൺഫറൻസ് റൂം ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. ഇപ്പം എന്തെങ്കിലും ഓഫീസ് ഫങ്ഷൻസ് ഒക്കെ നടത്താം. ഇതാണ് ഞാൻ താമസിച്ച ഒരു റൂം. അതിനകത്ത് വലിയ റൂമാണ്. നമ്മൾ ഗവൺമെൻറ് അക്കോമഡേഷൻസിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം ആ റൂം ഭയങ്കര സ്പേഷ്യസ് ആണ്. ഇതിനകത്തൊരു ഡബിൾ ബെഡ് പ്ലസ് സിംഗിൾ ബെഡ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ എമ്യൂണിറ്റീസും ഉണ്ട്. ഒരു മിനി റെഫ്രിജറേറ്റർ, അങ്ങനെ നമ്മൾ സാധാരണ ഒരു 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലിൽ കാണുന്ന എല്ലാ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് വേണ്ട എമ്യൂണിറ്റീസൊക്കെ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യം. പിന്നെ അതിൻ്റെ മുന്നിലുള്ള ഒരു ആംബിയൻസും വലിയ രസമായിരുന്നു. അങ്ങനെ നീളത്തിൽ പുറത്തൊരു ഇരിക്കാൻ കസേരയും ആയുർവേദ സ്പാ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരാഴ്ചയൊക്കെ വന്ന് താമസിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ല വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ആ മൃഗത്തിനെ സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 ആഴ്ച ഒക്കെ വന്ന് താമസിക്കുകയും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം സഫാരിക്ക് പോവും, അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും അതിനോട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഉള്ള ആൾക്കാരാണ് കൂടുതലും വന്ന് താമസിക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള സ്റ്റേ ഉണ്ട്. ഈ ടെൻറ്റ് പോലെയുള്ളൊരു സ്റ്റേ ഉണ്ട്, അല്ലെങ്കിൽ ലേക്കിൻ്റെ ഫേസിങ് ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള ഇതുണ്ട്. അപ്പോൾ പുഴേൻ്റെ നേരെ മുന്നിലോട്ട് കാണുന്ന തരത്തിലുള്ള സ്റ്റേ, അങ്ങനെ പലതരത്തിലുള്ള സ്റ്റേ ഉണ്ട്. അപ്പം അങ്ങനെ എന്താണ് നമുക്ക് നമ്മുടെ ഒരു പ്രിഫറൻസ് എന്ന് വെച്ചാൽ അങ്ങനെ ബുക്ക് ചെയ്യാം. പക്ഷേ വീക്കെൻഡിലൊക്കെ എപ്പോഴും ബുക്ക് ആയിരിക്കും. കുറേ മുന്നേ പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്താൽ മാത്രമേ അത് അവൈലബിൾ ആവുള്ളൂ. അപ്പം നമുക്ക് സഫാരി പുലർച്ചെ 5:30 സമയമാണ് കബനിയിലാണുള്ളത്. രാവിലത്തെ സഫാരിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് ഞങ്ങൾ. ഇന്നലെ വന്ന് ഓൾ ദ വേ ഫ്രം ബാംഗ്ലൂർ. നമ്മൾ വിളിക്കാൻ വരുന്നുണ്ട് തോന്നുന്നുണ്ട്. രാവിലെ തന്നെ ബോട്ട് സഫാരിയാണ്. ഇന്നലെ ഞങ്ങൾ ജംഗിൾ സഫാരി ചെയ്തു. ഇന്ന് കബനി റിവറിലേക്ക് കൂടിയുള്ള ബോട്ട് സഫാരിയാണ്. അപ്പോൾ 3 മണിക്കൂറത്തെ സഫാരി. ഇന്നലെ ഞാൻ വേറെ റൂട്ടിൽ പോയവർ ടൈഗറിനെയൊക്കെ കണ്ടു, ഞങ്ങൾ കണ്ടില്ല. ഫുൾ ഇരുടാണ്. ഈ കാട്ടിനുള്ള അവിടെ ഇവിടെ താമസിക്കേണ്ട റൂമുള്ളതിൻ്റെ അതിൻ്റെ ചെറിയ ലൈറ്റ്സ് മാത്രമേ കാണാനുള്ളൂ. ബാക്കി പാസേജിലേക്കുള്ളത്. ഇവിടെ നിന്നാണ് ബോട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് പോയി നോക്കാം. രാവിലെ റിവറിൻ്റെ സൈഡിൽ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു സ്കൈൻ്റെ ഒരു കളർ കോമ്പിനേഷൻ നോക്കും, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഈ വ്യൂ. ഓരോ ബോട്ടും ടൈഗർ, ലെപ്പേർഡ് അങ്ങനെയൊക്കെയാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്, ആ ജംഗിളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള. അപ്പം വൈകുന്നേരം സഫാരിക്ക് പോയവർക്ക് റിവർ സഫാരിക്ക് രാവിലെ പോകാം. അങ്ങനെയാണ്. ഇനിയിപ്പോൾ എല്ലാം ജംഗിൾ സഫാരി തന്നെ ചെയ്യണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരോടൊന്ന് നേരത്തെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവർ ജംഗിൾ സഫാരിക്ക് തന്നെ കൊണ്ടുപോകും. അപ്പോൾ എൻ്റെ കൂടെ വന്ന ഫ്രണ്ട് അവൾക്ക് ജംഗിൾ സഫാരിക്ക് പോകണമെന്ന് പറഞ്ഞ് അവൾ പോയി. ഞാൻ പിന്നെ റിവർ സഫാരി ഒരിക്കൽ പോലും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ റിവർ സഫാരി എടുത്തു. പക്ഷേ ഇറ്റ് വാസ് വർത്ത്. എനിക്കത് റിവർ സഫാരി എടുത്തത് നന്നായി എന്ന് പിന്നെ തോന്നി. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു കബനി റിവർ കാണാൻ. ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള റിവർ, എത്രയോ ദൂരം വരെ നമുക്ക് കണ്ണെത്താത്ത ദൂരം വരെയുള്ള ആ ഒരു നദി, അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ, പിന്നെ കുറേയധികം ബേർഡ്സ്. എന്താ പറയുക, റിവറിൻ്റെ നടുവിൽ ഇങ്ങനെ ഒരു മരത്തിൻ്റെ മുകളിലും ഇങ്ങനെ ചെറിയൊരു
ഉണങ്ങിയ ഒരു ചില്ലീൻ്റെ മുകളിലൊക്കെ നിൽക്കുന്ന അതൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ രാവിലത്തെ ഒരു ആംബിയൻസും കൂടി ആയപ്പോൾ റിവർ സഫാരി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കുറേയധികം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു ആ ഗ്യാങ്ങിൽ. അവരുടെ ഒരു ക്യൂരിയോസിറ്റിയും ഇൻട്രസ്റ്റും ഒക്കെ കാണായിരുന്നു. ഒരു ബേർഡിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവർ അത് ഓരോന്നും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു. ഫുൾ ഡീറ്റെയിൽസ് അവർക്ക് അറിയായിരുന്നു എന്താണ് ഏതാണെന്നൊക്കെ. അതൊക്കെ അവിടെ ഇവിടെ നിർത്തി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് അവരൊക്കെ അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പിന്നെ മുന്നോട്ട് പോയത്. അപ്പോൾ ആ ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ രാവിലെ രണ്ടാമതും ജംഗിൾ സഫാരി കാണാൻ പോയവർക്ക് അങ്ങനെ കാര്യമായിട്ട് ടൈഗറിനെ ഒന്നും കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവർ തിരിച്ച് റോഡിൽ ഇറങ്ങിയപ്പോൾ ഒരു ലെപ്പേർഡ് റോഡിൻ്റെ അടുത്തുള്ള ഒരു മരത്തിലുണ്ട് എന്ന് പറഞ്ഞ് അവർ, പക്ഷേ റോഡിൻ്റെ മുകളിൽ നിൽക്കാൻ നമ്മൾ സമ്മതിക്കില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്ന് വീണ്ടും വേറൊരു പ്രൈവറ്റ് വണ്ടി എടുത്ത് ഞങ്ങൾ പോയി ആ വയനാട്ടിലേക്ക് പോകുന്ന വയനാട്ടിലേക്ക് പോകുന്ന ആ റോഡിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ലെപ്പേർഡ് ആ മരത്തിൻ്റെ നിൽക്കുന്ന കാണാമായിരുന്നു. അപ്പോൾ ഭയങ്കര പ്രതീക്ഷിക്കാണ്ട് അങ്ങനെ ഒരു ലെപ്പേർഡിനെ കാണാൻ പറ്റി. ജംഗിൾ സഫാരിക്ക് 2 പ്രാവശ്യം 3 മണിക്കൂർ പോയിട്ട് പോലും കാണാൻ പറ്റില്ല. അപ്പോൾ നേച്ചറിൻ്റെ കാര്യം അങ്ങനെയാണ്, നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്തടത്താണ് കാണാൻ നോക്കുമ്പോൾ അതിനകത്ത് കാണാം വാലിങ്ങനെ അനങ്ങുന്ന കാണാം. അപ്പോൾ ലെപ്പേർഡിനെയോ ടൈഗറിനെയും കണ്ടില്ല എന്നുള്ള അനഘേൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമായിരുന്നു അത് അന്ന് രാവിലെ തീർന്നു. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ലെപ്പേർഡിനെയൊക്കെ കണ്ട് ഞങ്ങൾ ആ ദിവസം അവിടെ സ്പെൻഡ് ചെയ്ത് സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ കബനീൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ വയനാട്ടിൽ നിന്നൊക്കെ പോകുന്നവർക്കാണെങ്കിലും ഒരു 3-4 മണിക്കൂറിനകത്ത് റീച്ചബിൾ ആയിട്ടുള്ള സ്ഥലമാണ്. ബാംഗ്ലൂരിൽ നിന്ന് പോകുന്നവർക്കാണെങ്കിൽ ഒരു 3-4 മണിക്കൂറിനുള്ളിൽ റീച്ചബിൾ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കബനി. ഇതുവരെ പോയിട്ടില്ല എന്നുള്ളവർ ആണെങ്കിൽ പോകാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പോവുക. നമ്മുടെ വൈൽഡ് ലൈഫ് സാങ്ച്വറി, അതിനകത്തുള്ള റെയർ ആയിട്ടുള്ള സ്പീഷീസ്, അതൊക്കെ നമുക്ക് കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾ എന്ന് വിചാരിക്കുന്നു. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ചെയ്യുക. കമൻറ്റ്സ്, എന്തെങ്കിലും ക്വരീസ് ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ ഞാൻ പോകുന്ന ട്രാവലിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആർക്കെങ്കിലുമൊക്കെ പോകാൻ പറ്റുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ഇല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.